വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ മൂലമുണ്ടായ നഷ്ടം ഈടാക്കാനുള്ള ജപ്തി നടപടികൾ നാളേക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശം. ജില്ലാ കളക്ടർമാർക്ക് ലാൻഡ് റവന്യൂ കമ്മീഷനാണ് നിർദ്ദേശം നൽകിയത്. ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യത്തിലാണ് നടപടി വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം. പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യാൻ വൈകുന്നതിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ജപ്തി പൂർത്തിയാക്കി തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകാനാണ് അന്ത്യശാസനം. ഈ സാഹചര്യത്തിലാണ് നടപടികൾ വേഗത്തിലാക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ ടി വി അനുപമ IAS കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത്. നാളെ വൈകിട്ട് 5-നകം ജപ്തി നടത്തി റിപ്പോർട്ട് നൽകണം. ജപ്തിക്ക് മുന്നോടിയായുള്ള നോട്ടീസ് നൽകേണ്ട. ജപ്തിക്ക് ശേഷം വസ്തുക്കൾ ലേലം ചെയ്യണമെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നു. ആഭ്യന്തര വകുപ്പിൽ നിന്നും പേരുവിവരം ലഭിക്കുന്നതനുസരിച്ചാണ് കളക്ടർമാർക്ക് ജപ്തി നടപടികളിലേക്ക് കടക്കാനാവുക. ജപ്തി ചെയ്യാനുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ജില്ല തിരിച്ചുള്ള റിപ്പോർട്ടും അപേക്ഷയും ആഭ്യന്തര വകുപ്പ് ഇന്നലെ വരെ നൽകിയിരുന്നില്ല. തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യം പരിഗണിച്ച് ആഭ്യന്തര വകുപ്പും നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. ഓൺലൈനായാണ് റിപ്പോർട്ടും അപേക്ഷയും കൈമാറുക. പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ വാഹനം, വീട്, മറ്റ് സ്ഥാപനങ്ങൾ, ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി ഏത് സ്ഥാപന ജംഗമ വസ്തുക്കളും ജപ്തി ചെയ്യാൻ കളക്ടർമാർക്ക് അധികാരമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി തുടങ്ങി. വിവിധ ജില്ലകളിലായി 107 പേരുടെ സ്വത്തുക്കളാണ് ഇന്ന് കണ്ടുകെട്ടിയത്. ഹർത്താൽ മൂലമുണ്ടായ നഷ്ടം നികത്താനുള്ള സ്വത്ത് കണ്ടുകെട്ടൽ നാളെ വൈകിട്ട് 5 മണിയോടെ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നടപടികൾ. ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യത്തിൽ നടപടി വേഗത്തിലാക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ, വയനാട്, കാസർഗോഡ്, തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ നേതാക്കൾ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. നടപടികൾ നാളെയും തുടരും. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന CA റൌഫിന്റെ പാലക്കാട് പട്ടാമ്പിയിലെ സ്ഥലം ജപ്തി ചെയ്തു. പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താലിലെ അതിക്രമങ്ങളെ തുടർന്നാണ് നടപടി. പട്ടാമ്പി മരുതൂരിലെ 10 സെന്റ് സ്ഥലമാണ് ജപ്തി ചെയ്തത്. പ്രസാദ് ഉടുമ്പശ്ശേരിയായിരുന്നു. പ്രസാദ്, സംസ്ഥാന വ്യാപകമായ നടപടിയുണ്ട്, അത് ശക്തമായി ഇതിന്റെ ഭാഗമായി തന്നെ കാണാമല്ലേ? രഞ്ജിത്ത്, പാലക്കാട് ജില്ലയിൽ 16 PFI നേതാക്കളുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പട്ടാമ്പി മരുതൂർ സ്വദേശിയായ CA റൌഫിന്റെ 10 സെന്റ് സ്ഥലമാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിട്ടുള്ളത്. ഇതിൽ മറ്റ് നടപടികൾ അടുത്ത ദിവസങ്ങൾ ഉണ്ടാകുമെന്നത് തഹസിൽദാർ വ്യക്തമാക്കി. പട്ടാമ്പി താലൂക്കിൽ മാത്രം 5 നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. പട്ടാമ്പി വിളയൂർ സ്വദേശി റൌഫിന് പുറമെ വിളയൂർ സ്വദേശി മൊയ്തീൻകുട്ടിയുടെ 26 സെന്റ് സ്ഥലം, ആലൂർ സ്വദേശിയായ മൊയ്തീൻ ഷായുടെ 50 സെന്റ് സ്ഥലവും, ഇതിൽ അദ്ദേഹത്തിന്റെ കൂട്ടുസ്വത്തായിട്ടുള്ള 50 സെന്റ് സ്ഥലവും, മറ്റൊന്ന് സ്വന്തം പേരിലുള്ള 34 സെന്റ് സ്ഥലവും വീടും ജപ്തി ചെയ്തിട്ടുണ്ട്. മുതുതല സ്വദേശികളായ മുഹമ്മദ് അലി, അബ്ദുൾ ബഷീർ, ഇതിൽ മുഹമ്മദ് അലിയുടെ 52 സെന്റ് സ്ഥലമാണ് ജപ്തി ചെയ്തിട്ടുള്ളത്. അബ്ദുൾ ബഷീറിന്റെ 8 സെന്റ് സ്ഥലം. പാലക്കാട് പിന്നീട് ഏറ്റവും കൂടുതൽ ജപ്തി നടപടി നടന്നിട്ടുള്ളത് പാലക്കാട് താലൂക്കിലാണ്. പാലക്കാട് താലൂക്കിൽ 4 നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഒറ്റപ്പാലം, ആലത്തൂർ എന്നിവിടങ്ങളിൽ 2 നേതാക്കൾ വീതവും, മണ്ണാർക്കാട് താലൂക്കിൽ 3 പേരുടെയും ജപ്തി സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങൾ പങ്കുവച്ചു. കാക്കിഗുണ്ടകൾ കരുതിയിരിക്കുക. പോലീസിലെ കളങ്കിതർക്കെതിരെ കർശന നടപടിക്ക് DGPയുടെ നിർദ്ദേശം. IG, DIG, ജില്ലാ പോലീസ് മേധാവി, കമ്മീഷണർ എന്നിവർക്കാണ് നിർദ്ദേശം. ഇന്ന് ഓൺലൈനായി ചേർന്ന യോഗത്തിലായിരുന്നു അനിൽകാന്തിന്റെ നിർദ്ദേശം. മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും പശ്ചാത്തലം പരിശോധിക്കും. ഉദ്യോഗസ്ഥർക്കെതിരായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഗൌരവത്തിലെടുക്കണം. സൂക്ഷ്മമായി പരിശോധിച്ച് തെളിവ് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കണം. മുൻകാലങ്ങളിലുള്ള റിപ്പോർട്ടുകളും പുനഃപരിശോധിക്കണം. പിരിച്ചുവിടൽ അടക്കം നടപടിയെടുക്കാൻ DGP യോഗത്തിൽ പച്ചക്കൊടി കാട്ടി. പോലീസ് ഗുണ്ടാ ബന്ധം പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് DGPയുടെ നടപടി. ഇതിനിടെ ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ടനടപടി. 5 പേരെ കൂടി സസ്പെൻഡ് ചെയ്തു. മംഗലപുരം സ്റ്റേഷനിലെ അവശേഷിച്ച 24 പോലീസുകാരെയും സ്ഥലം മാറ്റി. ഇതിനിടെ ഓംപ്രകാശ്, പുത്തൻപാലം രാജേഷ് ഉൾപ്പെടെയുള്ള ഗുണ്ടകൾ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികൾ പോലീസ് ഊർജിതമാക്കി. ഗുണ്ടാ മണ്ണ് മാഫിയ ബന്ധത്തിന്റെ പേരിലാണ് മംഗലപുരം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ടനടപടി. മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ 5 പേരെ കൂടി സസ്പെൻഡ് ചെയ്തു. ഗോപകുമാർ, അനൂപ് കുമാർ, ജയൻ കുമാർ, സുധികുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇതോടെ ഈ സ്റ്റേഷനിൽ സസ്പെൻഷനിലായവരുടെ ആകെ എണ്ണം 6 ആയി. അവശേഷിച്ച മറ്റ് 24 പേരെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം സിറ്റിയിൽ ഇന്നലെ 3 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. 2 DYSPമാരടക്കം 7 പേർക്ക് നേരത്തെ ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷൻ ലഭിച്ചു.
പോലീസും ഗുണ്ടകളും ചേർന്നുള്ള കൂട്ടുകെട്ട് കോടികളുടെ സ്വത്ത് സമ്പാദനത്തിലേക്ക് വഴിവെച്ചുവെന്നാണ് കണ്ടെത്തൽ. ചില പോലീസ് ഉദ്യോഗസ്ഥരും മാഫിയ സംഘങ്ങളും ഒരുമിച്ച് ഭൂമി വാങ്ങി മറിച്ചു വിൽക്കുന്നതാണ് ഒരു രീതി. വഴിയില്ലാത്ത വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി തൊട്ടടുത്ത വസ്തു ഉടമയെ പോലീസും ഗുണ്ടകളും ചേർന്ന് ഭീഷണിപ്പെടുത്തി സ്ഥലം തരപ്പെടുത്തും. ഇങ്ങനെയൊക്കെയാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ക്രൂരതകൾ. പല ധനകാര്യ സ്ഥാപനങ്ങളിലായി ചില പോലീസുകാർ ബനാമി പേരിൽ ചിട്ടി ഇടപാട് നടത്തുന്നുണ്ട്. ചിട്ടിത്തുക അടയ്ക്കുന്നതാകട്ടെ ഗുണ്ടകളും. സമാനമായ ആരോപണങ്ങളും പരാതികളും നേരത്തെ ഉയർന്നെങ്കിലും ഇതുവരെ കാര്യമായ അന്വേഷണം ഉണ്ടായിരുന്നില്ല. ഇത്തരം ഇടപാടുകൾ കണ്ടെത്താനും ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി. അതേസമയം ഒളിവിലുള്ള ഓംപ്രകാശ്, പുത്തൻപാലം രാജേഷ് എന്നിവർക്കായി വിവിധ സംസ്ഥാനങ്ങളിലായി തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി സസ്പെൻഷനിലായ ASI തിരുവനന്തപുരം മംഗലാപുരം സ്റ്റേഷനിലെ ASI ആയിരുന്ന ജയനാണ് വീട്ടിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. ജയനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. VV വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, പോലീസുകാർക്കെതിരെ ശുദ്ധീകരണ നടപടികൾ ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ വിവരം പുറത്തുവരുന്നത്. എന്തൊക്കെയാണ്? രജിത്, മംഗലപുരം സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിരുന്നു. 6 പേരെ സസ്പെൻഡ് ചെയ്തു. മറ്റ് 24 പേര്, അതായത് 30 പോലീസ് ഉദ്യോഗസ്ഥരാണ് ആകെ സ്റ്റേഷനിലുള്ളത്. ഇതിൽ 24 പേരെ സ്ഥലം മാറ്റുകയും ചെയ്തു. സസ്പെൻഷനിലായ ASI ജയനാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയത്. വീട്ടിൽ കയറി വെട്ടുമെന്നായിരുന്നു ഭീഷണി. ഇത് സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇദ്ദേഹം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പല പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായത്. ഇതിന്റെ ഒരു പ്രതികരണം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടായത്. ASI ജയൻ നേരത്തെയും ചില വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. മനോജ് എബ്രഹാമിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന നിലയ്ക്ക് ചില വിവരങ്ങൾ വരുന്നു. പക്ഷേ അതിന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏതായിരുന്നാലും ഈ തരത്തിലുള്ള ഒരു ഭീഷണി ജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന ഒരു കാര്യമാണ് വരുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതേസമയം കർശനമായ നടപടികൾ തുടരാനാണ് പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. VV വിനോദ് വിവരങ്ങൾ പങ്കുവച്ചു. പാലക്കാട്ട് ധോണിയെ വിറപ്പിക്കുന്ന PT-7 പിടികൂടാനുള്ള ദൌത്യം ആരംഭിച്ചു. സാഹചര്യം അനുകൂലമായാൽ നാളെ തന്നെ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. ദൌത് സംഘത്തലവൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ ധോണിയിൽ അവലോകന യോഗം ചേർന്നു. PT-7 പിടിക്കാനുള്ള 3ാമത്തെ കുങ്കിയാനയും കൊണ്ട് വയനാട്ടിൽ നിന്നുള്ള ദൌത്യസംഘം ഇന്ന് പുലർച്ചെത്തി. ദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ അരുൺ സക്കറിയ, ഒലവക്കോട് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് B രഞ്ജിത്ത് എന്നിവർ സംഘാംഗങ്ങളുമായി ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ACF രഞ്ജിത്ത് പറഞ്ഞു. അവലോകനത്തിന് ശേഷം നമ്മളിത് എങ്ങനെയാണ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒരു ട്രയൽ നമുക്ക് ഫീൽഡ് നടത്താനുണ്ട്. ട്രയൽ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് അല്ല, നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വെഹിക്കിൾ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. റാമ്പ് തയ്യാറാക്കാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നിരുന്നാലും നാളെ തൊട്ട് മാത്രമേ നമുക്ക് ഇതിന്റെ ഫീൽഡിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ തന്നെ പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, എങ്കിലും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആനയെ തളയ്ക്കാനുള്ള കൂടിന്റെ പരിശോധനയും PT-7 കൊണ്ടുവരാനുള്ള ട്രാക്ക് പരിശോധനയും അധികൃതർ നടത്തും. വയനാട്ടിൽ നിന്ന് 26 പേരും പാലക്കാട് നിന്ന് 50 പേരുമാണ് ദൌത്യത്തിനായി കൈകോർക്കുക. നാളെ രാവിലെ തന്നെ PT-7 പിടികൂടാനുള്ള ദൌത്യം ആരംഭിക്കും. സാഹചര്യം അനുകൂലമായാൽ നാളെ തന്നെ പിടികൂടി ധോണിയിലെ കൂട്ടിലടയ്ക്കും. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. മയക്കുവെടി വെച്ച് പിടികൂടുന്ന PT-7 ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ പ്രത്യേകമായി തയ്യാറാക്കിയ കൂട്ടിലാണ് തളയ്ക്കുക. 15 അടി നീളവും വീതിയുമുള്ള കൂടിന്റെ പ്രത്യേകതകളെക്കുറിച്ച് പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ കൂടിനെ കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ കൂടിന്റെ ഇതിന്റെ വിസ്തൃതി എത്രയാണ്? എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ്? 15 അടി കൂടാണ്. കാരണം ആനയുടെ സൈസ് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അവന്റെ വലിപ്പം നോക്കിയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് എക്സ്പെർട്ട് ടീം, വയനാട്ടിലെ ടീമാണ്, അവരാണിത് ചെയ്തിട്ടുള്ളത്. മുഴുവൻ യൂക്കാലി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതാണ്. കാരണം ആനയ്ക്ക് ഇഞ്ചുറി പറ്റാത്ത രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. 6 അടിയോളം താഴ്ചയുണ്ട്, 18 അടി മുകളിലേക്കുണ്ട്. മൊത്തം 24 അടിയുടെ കടകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അഥവാ ആന വന്ന് ഇടിച്ചാലും ഒരു കുഷനിങ് എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ. 15 അടി നീളവും വീതിയുമുള്ള കൂട് യൂക്കാലിപ്റ്റിന്റെ മരങ്ങളാണ് ഇതിലേക്ക് ഉപയോഗിക്കുക. അതിന് അദ്ദേഹം പറഞ്ഞതിന്റെ പ്രധാന കാരണം, സാധാരണ വന്യമൃഗമായതുകൊണ്ട് തന്നെ ഇതിലകത്ത് ഇടുമ്പോൾ, തളച്ചിടുന്ന സമയത്ത് അത് പുറത്തേക്ക് ചാടാനുള്ള ശ്രമങ്ങൾ നടത്തും. ഈ മരത്തിൽ ഇടിച്ച് അതിനെ പൊളിച്ചുകൊണ്ട് തകർത്ത് പുറത്തു വരാനുള്ള ശ്രമങ്ങളായിരിക്കും പരമാവധി നടത്തുക. അങ്ങനെ വരുമ്പോൾ അതിന് പരിക്ക് പറ്റരുത് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ ഒരു മരം ഉപയോഗിക്കാനുള്ള കാരണം എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും കൂടിന്റെ നിർമ്മാണമെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആനയെ മയക്കുവെടി വെക്കുക
എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാളെ തന്നെ അത് സംബന്ധിച്ചുള്ള നടപടികളിൽ ഉണ്ടാകും. അനുകൂല സാഹചര്യമാണെങ്കിൽ നാളെ തന്നെ മയക്കുവെടി വെച്ച് ആനയെ പിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. ഡോക്ടർ അരുൺ സക്കറിയ തന്നെ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകും എന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥരുടെ സംഘമെല്ലാം തന്നെ അവലോകന യോഗം ചേർന്നിരുന്നു. അതിൽ 26 അംഗ സംഘം വയനാട്ടിൽ നിന്ന് വരികയും പിന്നീട് ഇവിടെ നിന്ന് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി 50 പേരടങ്ങുന്ന സംഘമാണ് ഇതിൽ സഹായിക്കുന്നതിന് വേണ്ടി പാലക്കാട് നിന്ന് ഈ ദൗത്യ സംഘത്തോടൊപ്പം ചേരുക. അവരെല്ലാം തന്നെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് 5 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ ആനയെ പിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. നാളെ രാവിലെ ഒരുപക്ഷെ അത്തരം ഒരു വലിയൊരു ആശ്വാസ വാർത്ത ധോണിക്കാർക്ക് കേൾക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ്. അതിന്റെ നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കുകയാണ്. മൂന്നാറിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയുള്ള പടയപ്പയുടെ സ്വൈര്യവിഹാരം തുടരുകയാണ്. പെരിയവര എസ്റ്റേറ്റ് ലോവർ ഡിവിഷൻ സ്വദേശി പ്രദീപിന്റെ ഓട്ടോറിക്ഷ ആന നശിപ്പിച്ചു. കാടിറങ്ങിയ പടയപ്പ നാട്ടിൽ തമ്പടിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. കടകൾക്കും വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും വ്യാപക നാശമാണ് വരുത്തുന്നത്. ആനയെ പേടിച്ച് വീടിന് പുറത്തിറങ്ങാനാകാത്ത സ്ഥിതിയിലാണ് വിദ്യാർത്ഥികളും തോട്ടം തൊഴിലാളികളും നാട്ടുകാരും. പൊതുവെ ശാന്ത സ്വഭാവമുണ്ടായിരുന്ന കാട്ടുകൊമ്പൻ പടയപ്പ അടുത്തിടെയായി അക്രമകാരിയാകുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയും ആനയിറങ്ങി. ഇക്കുറി പെരിയവാര എസ്റ്റേറ്റ് ലോവർ ഡിവിഷൻ സ്വദേശി പ്രദീപിന്റെ ഓട്ടോറിക്ഷയാണ് നശിപ്പിച്ചത്. വീടിന് സമീപം നിർത്തിയിരുന്ന ഓട്ടോറിക്ഷ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു തകർത്തു. വാഹനത്തിന് കാര്യമായ കേട് സംഭവിച്ചു. ഉടമ വനം വകുപ്പിന് പരാതി നൽകി. കാട്ടാനകൾ ജനവാസ മേഖലയിൽ നിന്ന് പിന്മാറാത്തത് കുടുംബങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജീപ്പ് ഡ്രൈവർ പടയപ്പയെ പ്രകോപിപ്പിച്ചതിൽ വനംവകുപ്പ് നടപടിയെടുത്തിരുന്നു. എന്നാൽ ജനവാസ കേന്ദ്രങ്ങളിലെ കാട്ടുകൊമ്പന്മാരുടെ വിഹാരം അവസാനിപ്പിക്കാൻ നടപടിയുണ്ടാകാത്തതിലും പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 മൂന്നാർ. അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ പേടിച്ച് കഴിയുകയാണ് ഇടുക്കിക്കാർ. ശാന്തൻപാറ പന്നിയാറിലെ റേഷൻ കടയ്ക്ക് നേരെ ആനയുടെ ആക്രമണമുണ്ടായി. ദിവസങ്ങൾക്ക് മുൻപും ഇതേ റേഷൻ കടയുടെ ഭിത്തി തകർത്ത് ആന അരി നശിപ്പിച്ചിരുന്നു. ചില്ലിക്കൊമ്പനും പടയപ്പയ്ക്കും മൊട്ടവാലനും ചക്കക്കൊമ്പനും പിന്നാലെ ഹൈറേഞ്ച് നിവാസികളുടെ ഉറക്കം കെടുത്തുകയാണ് അരിക്കൊമ്പൻ. തോട്ടം തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട റേഷൻ വിഹിതം പോലും കാട്ടാനകൾ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ്. കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന റേഷൻ അരിയും അകത്താക്കി. കൈ കൊണ്ടിളക്കിയ ഈ കല്ല് താഴെ പോകും. പിന്നെ ഒരു ആന വന്നിരുന്നോണ്ടാൽ എന്താ എന്റെ ഉറപ്പ്? ഇനി അത്യാവശ്യം വേണം എന്നാണ് ചോദിച്ചാൽ ഈ കെട്ടിടം ഒന്നെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ ഒരു കാര്യം. ഇത് 6ാമത്തെ തവണയാണ് ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത്. ചൂണ്ടൽ സ്വദേശി ആന്റണിയാണ് 26 വർഷമായി ഈ റേഷൻ കട നടത്തുന്നത്. എത്ര തവണ കാട്ടാന ആക്രമണമുണ്ടായി എന്ന് കണക്കില്ല. ഓരോ തവണയും കാട്ടാന കട തകർക്കുമ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും തുറക്കും. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പുതിയ റേഷൻ കട നിർമ്മിച്ചു നൽകാൻ ആലോചിക്കുന്നതായും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന് മാത്രമായി RRT യൂണിറ്റ് അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു. ഞാൻ നിരവധി തവണ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു RRT ടീമിനെ ഞങ്ങൾക്ക് പ്രത്യേകമായി വിട്ടുതരണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അടിയന്തരമായി ഈ ആനശല്യത്തിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ പ്രക്ഷോഭവുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. 2 ആഴ്ച മുൻപ് ഇതേ കൊമ്പൻ തോണ്ടിമലയിൽ 2 വീടുകൾ തകർത്തിരുന്നു. മതികെട്ടാൻ ചോലയിലെ അപകടകാരികളായ ചില്ലിക്കൊമ്പനും ചക്കക്കൊമ്പനുമൊക്കെ മാസങ്ങളായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ട്. കുട്ടിയാനകൾ ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടങ്ങളും തോട്ടം മേഖലയിലേക്ക് ഇറങ്ങുന്നതും പതിവാണ്. ന്യൂസ് 18 നെടുങ്കണ്ടം. കൊച്ചിയിൽ നടി അപർണ ബാലമുരളിയോട് മോശമായി പെരുമാറിയ വിദ്യാർത്ഥിക്ക് സസ്പെൻഷനും കാരണം കാണിക്കൽ നോട്ടീസും. എറണാകുളം ലോ കോളേജ് പ്രിൻസിപ്പലാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. മറുപടി നൽകണമെന്നും തൃപ്തികരമല്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച കോളേജ് യൂണിയൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എറണാകുളം ലോ കോളേജിലെത്തിയപ്പോഴാണ് നടിയോട് യുവാവിന്റെ മോശം പെരുമാറ്റമുണ്ടായത്. നടിയെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വേദിയിലെത്തിയ 2ാം വർഷ LLB വിദ്യാർത്ഥിയായ വിഷ്ണു നടിയുടെ തോളിൽ കൈയിടാൻ ശ്രമിച്ചു. എന്നാൽ അപർണ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഈ സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നു. അപർണയോട് വിദ്യാർത്ഥി മോശമായി പെരുമാറിയതിൽ ലോ കോളേജ് യൂണിയനും അന്ന് തന്നെ ഖേദം പ്രകടിപ്പിച്ചു. തുടർന്നാണ് വിഷ്ണുവിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്.
ഒപ്പം ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തതായും കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. കാരണം കാണിക്കൽ നോട്ടീസിന് ഉടൻ തന്നെ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടി കടുപ്പിക്കാനാണ് പ്രിൻസിപ്പലിന്റെ തീരുമാനം. അതേസമയം സംഘാടകരോട് പരിഭവമില്ലെന്നും സംഭവം നടന്ന ഉടനെ തന്നെ അവർ ക്ഷമാപണം അറിയിച്ചതായും നടി അപർണ പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ രാത്രി നൃത്തത്തിൽ നടപടിയെടുത്ത CPM-ഉം നെയ്യാർ ഡാം ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ജോബിൻ ജോസിനെ ഒഴിവാക്കി. SFI തിരുവനന്തപുരം ജില്ലാ മുൻ പ്രസിഡന്റായിരുന്നു. വിവാദമായ രാത്രി നൃത്തത്തെ തുടർന്നായിരുന്നു ജോബിനെയും ജില്ലാ സെക്രട്ടറിയായിരുന്ന ഗോകുൽ ഗോപിനാഥിനെതിരെയും SFI നടപടിയെടുത്തത്. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ സിബി മാത്യൂസ് അടക്കമുള്ള 6 പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ 27-ന് ഹാജരാകാനും നിർദ്ദേശമുണ്ട്. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ മുൻ DGP സിബി മാത്യൂസ്, IB മുൻ ഉദ്യോഗസ്ഥനായ RB ശ്രീകുമാർ അടക്കമുള്ള 6 പ്രതികൾക്കാണ് ജസ്റ്റിസ് ബാബുവിന്റെ ബെഞ്ച് കർശന ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 27-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. രാജ്യം വിട്ടു പോകരുത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് ചെയ്യുന്ന പക്ഷം 1 ലക്ഷം രൂപ ബോണ്ട് അടക്കമുള്ള ഉപാധികളിന്മേൽ ജാമ്യം നൽകാനും നിർദ്ദേശമുണ്ട്. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നതുൾപ്പെടെയുള്ള CBIയുടെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് കോടതി നടപടി. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് 6 പ്രതികളും ഹൈക്കോടതിയിൽ വീണ്ടും മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. ചാരക്കേസ് ഗൂഢാലോചനയിൽ വിദേശ ശക്തികൾക്ക് പങ്കുണ്ടെന്ന് മുൻകൂർ ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് CBI അറിയിച്ചിരുന്നു. ചാരക്കേസ് വ്യാജമായി ഉണ്ടാക്കിയതാണ്. പ്രമുഖ ശാസ്ത്രജ്ഞരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമായിട്ടാണെന്നായിരുന്നു CBIയുടെ വാദം. അതേസമയം ചാരക്കേസ് ഗൂഢാലോചനയിൽ വിദേശ പങ്കാളിത്തമുണ്ടെന്ന ആരോപണം തെളിവില്ലാതെയാണെന്ന് പ്രതികളും വാദിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. ചാരക്കേസ് ഗൂഢാലോചനയിൽ CBIയെ പ്രതിരോധത്തിലാക്കി കോടതി ഉത്തരവ്. പ്രതികൾക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ CBIക്ക് കഴിഞ്ഞില്ല. അന്താരാഷ്ട്ര ഗൂഢാലോചനയെന്ന CBI വാദത്തിന് തെളിവില്ല. ഡാനി പോൾ ചെയ്യുന്ന ഡാനി, ഈ ചാരക്കേസിന്റെ ഇതുവരെയുള്ള ഒരു ചരിത്രം അത് ഒരുപക്ഷെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിലാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, പ്രധാനമായും തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇത്തരം കാര്യങ്ങൾ അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ വളരെ സുപ്രധാനം തന്നെയാണ്. അതിൽ പ്രധാനമായും തന്നെ ISRO ചാരക്കേസിൽ ഗൂഢാലോചനയിലെ വിദേശ പങ്കാളിത്തം, ഇത് CBIയുടെ ഇത്തരം ഒരു ആർഗ്യുമെന്റ്സിന് പൂർണ്ണമായും തന്നെ ഹൈക്കോടതി തള്ളുകയാണ്. വിദേശ ശക്തികളുടെ പങ്കാളിത്തം തെളിയിക്കുന്ന വിശ്വാസയോഗ്യമായ ഒരു രേഖയും സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്ന് പ്രഥമ ദൃഷ്ട്യാ സ്ഥാപിക്കാൻ പോലും CBIക്ക് ഇത് സംബന്ധിച്ച് കഴിഞ്ഞിട്ടുമില്ല. പ്രതികൾക്കെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കത്തക്ക രേഖകൾ ഹാജരാക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായും കോടതിയുടെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. സിബി മാത്യൂസ് അടക്കമുള്ള പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഈ ഉത്തരവിലാണ് ഇത്തരം ഗുരുതരമായ പരാമർശങ്ങൾ CBIക്കെതിരെ കോടതി നടത്തിയിരിക്കുന്നത്. നേരത്തെയും ഈ വാദമുഖങ്ങൾ പല ഘട്ടത്തിലും ഉന്നയിക്കുന്ന സാഹചര്യത്തിലും കോടതി തന്നെയും ഇക്കാര്യത്തിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ആ സംശയങ്ങളുടെ ഒരു സാധൂകരണത്തിലേക്ക് പോകാൻ CBIക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളുടെ എല്ലാം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. രഞ്ജിത. ഡാനി പോൾ വിവരങ്ങൾ. മലയാള സർവകലാശാല VC നിയമനത്തിന് 5-അംഗ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ ശുപാർശ ചെയ്യണമെന്ന് ഗവർണറോട് സർക്കാർ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് സർക്കാർ കത്ത് നൽകി. ഗവർണർ ഇതുവരെ ഒപ്പിടാത്ത സർവകലാശാല ഭേദഗതി ചട്ടപ്രകാരമാണ് നടപടി. നന്ദകുമാർ, എന്താണ് വിവരങ്ങൾ? സർക്കാരിന്റെ നിർദ്ദേശം എന്തായാലും ഗവർണർ തള്ളിക്കളയുമെന്നൊരു കാര്യം ഉറപ്പാണ്. ഇതെന്തായാലും മറ്റൊരു നിയമ പോരാട്ടത്തിനാണ് വഴി തുറക്കുന്നത്. തൽക്കാലം ഗവർണർ ഏതെങ്കിലും സർവകലാശാല പ്രൊഫസർക്ക് VCയുടെ ചുമതല നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗവർണർ ഒപ്പുവയ്ക്കാത്ത നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമ ഭേദഗതി ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മലയാളം സർവകലാശാല VCയുടെ നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഗവർണറുടെ പ്രതിനിധിയുടെ പേര് നിർദ്ദേശിക്കാൻ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി രാജ്ഭവൻ സെക്രട്ടറിക്ക് കത്തെഴുതുകയായിരുന്നു. ഈ കത്തിലൂടെയാണ് വാർത്ത പുറത്തു വരുന്നത്. കമ്മിറ്റിയിൽ ഗവർണറുടെ പ്രതിനിധി കൂടാതെ UGC പ്രതിനിധിയും
സർക്കാർ പ്രതിനിധിയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാന്റെ പ്രതിനിധിയും സിൻഡിക്കേറ്റ് പ്രതിനിധിയും ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഗവർണർ അംഗീകരിക്കാത്ത നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന ഒരു സെർച്ച് കമ്മിറ്റിയാണ്. നിലവിലെ സർവകലാശാല നിയമപ്രകാരം മാത്രമേ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനാകുള്ളൂ. അതോടൊപ്പം തന്നെ നിലവിലെ വ്യവസ്ഥ പ്രകാരം നിയമന അധികാരിയായ ഗവർണറാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടത്. ഗവർണറുടെ പ്രതിനിധിയും UGC പ്രതിനിധിയും അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ പ്രതിനിധിയും ഉൾപ്പെടുന്നതാണ് സെർച്ച് കമ്മിറ്റി. ഗവർണറുടെ പ്രതിനിധിയായിരിക്കും എന്തായാലും ഗവർണർ കൺവീനർ എന്ന നിയമത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ പ്രസ്തുത നിയമം മറികടന്ന് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കുവാനും ഗവർണറുമായി നിയമ പോരാട്ടം നടത്തുവാനാണ് സർക്കാർ ഇന്നത്തെ ഈ ഒരു കത്തിലൂടെ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. ശരി നന്ദകുമാർ. പത്തനംതിട്ട നഗര മധ്യത്തിൽ വൻ തീപിടുത്തം. ഹോട്ടലിലും ചിപ്സ് കടയും അടക്കം 4 കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. സിവിൽ സ്റ്റേഷന് സമീപമുള്ള ചിപ്സ് കടയിൽ നിന്നാണ് മറ്റു കടകളിലേക്ക് തീ പടർന്നു പിടിച്ചത്. അപകട കാരണം വ്യക്തമല്ല. ഉച്ചയ്ക്ക് 1:30യോടെയാണ് പത്തനംതിട്ട നഗരത്തെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ തീപിടുത്തം ഉണ്ടായത്. ആദ്യം നഗരത്തിലെ ചിപ്സ് കടയിലും തുടർന്ന് സമീപത്തെ കടകളിലേക്കും തീ പടരുകയായിരുന്നു. 3 ചിപ്സ് കടകളും ഒരു ചെരുപ്പ് കടയും പൂർണ്ണമായി കത്തിനശിച്ചു. ചിപ്സ് കടയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് അപകടത്തിന്റെ തീവ്രത കൂട്ടി. അഗ്നിരക്ഷാസേനയുടെ 6 യൂണിറ്റുകളെത്തി 1.5 മണിക്കൂറിലധികം പരിശ്രമിച്ച ശേഷമാണ് തീ അണയ്ക്കാനായത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത്. നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന കടകളായതിനാൽ മണിക്കൂറുകളോളം ആശങ്ക പരത്തി. ചിപ്സ് കടയിൽ ആദ്യം തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് മറ്റു കടകളിലേക്ക് തീ പടർന്നത്. ചിപ്സ് കടയിൽ നിന്നും 10ഓളം ഗ്യാസ് സിലിണ്ടറുകളാണ് പോലീസ് കണ്ടെത്തിയത്. പരമാവധി 4 വാണിജ്യ സിലിണ്ടറുകൾ മാത്രമേ ഒരു കടയിൽ സൂക്ഷിക്കാവൂ എന്നിരിക്കെ കൂടുതൽ സിലിണ്ടറുകൾ സൂക്ഷിച്ചതും അപകടത്തിന്റെ ആക്കം കൂട്ടി. തീപിടുത്തത്തിൽ 6 പേർക്ക് പൊള്ളലേറ്റു. എന്നാൽ ഇവരുടെ നില ഗുരുതരമല്ല. ന്യൂസ് 18 പത്തനംതിട്ട. വാർത്തകൾ തുടരുന്നു. ഗൂഗിളിന്റെ മാതൃകമ്പനി ആൽഫബറ്റും ജീവനക്കാരെ പിരിച്ചുവിടുന്നു. കമ്പനിയിലെ 6% ജീവനക്കാരെയാണ് പിരിച്ചുവിടുക. തുടർന്ന് 12,000-ഓളം പേർക്ക് തൊഴിൽ നഷ്ടമാകും. ഇത് സംബന്ധിച്ച് കമ്പനി CEO സുന്ദർ പിച്ചൈ ജീവനക്കാർക്ക് ഇമെയിൽ അയച്ചു. തീരുമാനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും താൻ ഏറ്റെടുക്കുന്നുവെന്ന് ഇമെയിലിൽ സുന്ദർ പിച്ചൈ പറഞ്ഞു. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി പിരിച്ചുവിടൽ നടപടി അനിവാര്യമാണെന്ന് കമ്പനി പറയുന്നു. നേരത്തെ ടെക് ലോകത്തെ വമ്പന്മാരായ മൈക്രോസോഫ്റ്റും മെറ്റയും ട്വിറ്ററും ആമസോണും ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു. റസ്ലിംഗ് ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കി ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ്. ആരുടെയും ഔദാര്യത്തിലല്ല പദവിയിലെത്തിയത് എന്നും BJP MP വ്യക്തമാക്കി. अभी कुछ नहीं बोलेंगे? नहीं, अभी कुछ नहीं बोलेंगे. प्रेस कॉन्फ्रेंस करेंगे शाम को करेंगे जी. तो बड़े आरोप लग रहे हैं, लेकिन कुछ तो आप जवाब दे दीजिए, क्योंकि दिल्ली में तो लगातार वो मंत्री से मिल करके से बातें कर रहे हैं. देंगे ना शाम को देंगे. तो शाम इस्तीफा देने की बात तो नहीं है अभी. शाम को देंगे. इस्तीफा कोई सवाल नहीं. ഫെഡറേഷൻ അധ്യക്ഷനെതിരെ താരങ്ങൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയ്ക്കും പരാതി നൽകി. ബ്രിജ്ഭൂഷൺ രാജിവെച്ചില്ലെങ്കിൽ കേസുമായി പോലീസിനെ സമീപിക്കുമെന്നും കായിക താരങ്ങൾ വ്യക്തമാക്കി. പ്രതിഷേധിക്കുന്ന ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി മുൻ ബോക്സിംഗ് താരവും കോൺഗ്രസ് നേതാവുമായ വിജേന്ദർ സിംഗ് ജന്തർ മന്ദറിലെത്തി. സഹയാത്രികയ്ക്ക് മേൽ യുവാവ് മൂത്രമൊഴിച്ച സംഭവത്തിൽ എയർ ഇന്ത്യയ്ക്ക് 33 ലക്ഷം രൂപ പിഴ. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ് എയർ ഇന്ത്യയ്ക്ക് പിഴയൊടുക്കിയത്. കൃത്യവിലോപം നടത്തിയതിന് എയർ ഇന്ത്യയ്ക്ക് 30 ലക്ഷവും ഇൻ ഫ്ലൈറ്റ് സർവീസസ് ഡയറക്ടർക്ക് 3 ലക്ഷവുമാണ് പിഴ വിധിച്ചത്. വിമാനം പറത്തിയിരുന്ന പൈലറ്റിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. രാഹുൽ ഗാന്ധിയെ ശങ്കരാചാര്യയോട് ഉപമിച്ച് കശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫാറൂഖ് അബ്ദുള്ളയുടെ വാക്കുകൾ വിവാദത്തിൽ. രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര കശ്മീരിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായിരുന്നു ഫാറൂഖ് അബ്ദുള്ളയുടെ പരാമർശം. എതിർപ്പുമായി BJPയും ഹിന്ദു സംഘടനകളും രംഗത്തെത്തി. शंकराचार्य जी आए थे, वो चले थे जब सड़कें नहीं थी, जंगल थे, वो चले थे कन्याकुमारी से कश्मीर तक. ये दूसरे शख्स हैं जिन्होंने यात्रा की है उसी कन्याकुमारी से. കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലേക്ക് കാൽനടയായി ശങ്കരാചാര്യർ യാത്ര ചെയ്ത ശേഷം മറ്റൊരാൾ അതേ സഞ്ചാരം നടത്തിയത് രാഹുൽ ഗാന്ധിയാണെന്നായിരുന്നു ഫാറൂഖ് അബ്ദുള്ളയുടെ വാക്കുകൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റോഡില്ലാത്ത കാലത്ത് കാടും മേടും താണ്ടിയാണ് ശങ്കരാചാര്യർ കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലെത്തിയത്. ഇതായിരുന്നു കശ്മീരിലെ ലഖൻപൂരിൽ ഫാറൂഖ് അബ്ദുള്ള നടത്തിയ പരാമർശം.
രാഹുലിന്റെ യാത്രയെ വലിയ തോതിൽ പ്രശംസിക്കുന്നതായിരുന്നു ഫറൂഖ് അബ്ദുള്ളയുടെ നിലപാട്. രാജ്യത്തെ ഒന്നിപ്പിച്ച യാത്രയാണ് രാഹുൽ നടത്തിയതെന്നും ഗാന്ധിയും രാമനും ജീവിച്ച നാടാണ് ഇതെന്നും ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു. പിന്നാലെ വിമർശനവുമായി BJP രംഗത്തെത്തി. ये जो फारूक अब्दुल्ला बात कर रहा है, इसको शर्म नहीं आती शंकराचार्य जी का नाम लेते हुए कि कश्यप ऋषि की उस धरती से शंकराचार्य जी के अनुयायियों को का खून बहाने में इन अब्दुल्लाओं की भूमिका क्या है, ये सर्वविदित है. इनको तो चाहिए कि पहले पूरे समाज से, हिंदू समाज से माफी मांगे, शंकराचार्य जी से माफी मांगे और उसके बाद जिन लोगों का इन्होंने खून बहाया है. രാഹുൽ ഗാന്ധിയെ ഹൈന്ദവ സംസ്കാരത്തിൽ മഹാപ്രതിഭകളായവരോട് ഉപമിക്കുന്നത് നീചമായ കാര്യമാണെന്നായിരുന്നു BJPയുടെ പ്രതികരണം. രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ ഫറൂഖ് അബ്ദുള്ള പങ്കാളിയായത് കശ്മീരിലെ ഹിന്ദുക്കളുടെ മനസ്സിൽ മുറിവിൽ ഉപ്പ് തേക്കുന്നതാണെന്ന് BJP ദേശീയ വക്താവ് ഷഹ്സാദ് പൂനെവാല പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. കർണാടകയിൽ അപകടകരമായ രീതിയിൽ കാർ ഓടിച്ച് യുവതിയുടെ ധാർഷ്ട്യം, അപമര്യാദയായി പെരുമാറിയ സംഭവം ചോദ്യം ചെയ്ത യുവാവിനോടായിരുന്നു ബംഗളൂരു സ്വദേശിയായ ശ്വേതയുടെ ക്രൂരത. കാർ തടയാൻ യുവാവ് ശ്രമിച്ചുവെങ്കിലും യുവതി നിർത്തിയില്ല. ബോണറ്റിന് മുകളിൽ യുവാവ് വീണ് കിടക്കുമ്പോഴും ശ്വേത കാർ നിർത്താതെ ഡ്രൈവിംഗ് തുടർന്നു. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. യുവാവിന്റെ സുഹൃത്തുക്കളാണ് പിന്നീട് കാർ പിന്തുടർന്ന് തടഞ്ഞത്. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം ആക്കുളത്തും മദ്യപിച്ച് കാർ ഓടിച്ച അപകടം. യുവാവും യുവതിയുമാണ് കാറിലുണ്ടായിരുന്നത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന 6 ബൈക്കുകളിലാണ് കാർ ഇടിച്ചത്. പോലീസ് എത്തിയപ്പോഴേക്കും യുവതി ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെട്ടു. യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ പോസ്റ്റൽ വോട്ടുകൾ കാണാതായെന്ന സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ വിവാദം ചൂടുപിടിക്കുകയാണ്. അട്ടിമറി, ഗൂഢാലോചന ആരോപണങ്ങൾ നജീബ് കാന്തപുരവും KPM മുസ്തഫയും ഒരേപോലെ ഉന്നയിക്കുന്നുണ്ട്. പുതിയ സംഭവവികാസങ്ങൾ കേസിനെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക ഇരുപക്ഷത്തിനും ഉണ്ട്. പെരിന്തൽമണ്ണയിലെ വോട്ട് വിവാദം സബ് കളക്ടറുടെ റിപ്പോർട്ടോടെ മറ്റൊരു തരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിലവിൽ എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള വോട്ടുകളിൽ പെടുന്നതല്ലെങ്കിലും തപാൽ വോട്ടുകൾ കാണാതായത് കേസിനെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. ഇതിനോടകം എണ്ണിത്തിട്ടപ്പെടുത്തിയതാണ് 5-ാം നമ്പർ ടേബിളിലെ 482 തപാൽ വോട്ടുകൾ. കേസ് അട്ടിമറിക്കാൻ സംഘടിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് MLA നജീബ് കാന്തപുരം ആരോപിക്കുന്നു. ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവവികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നജീബ് കാന്തപുരം. കഴിഞ്ഞ 16-നും 17-നും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സബ് കളക്ടർ നൽകിയിട്ടുള്ള റിപ്പോർട്ട് അതീവ ആശങ്ക നിറഞ്ഞ ഒരു കാര്യമാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതിലും വിചാരിക്കുന്നതിലും അപ്പുറത്തുള്ള ഒരു ഗൗരവതരമായ മാഫിയ കോർഡിനേഷൻ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ മാഫിയ നെക്സസ് ഇതിന് പിറകിൽ ഉണ്ടായിട്ടുണ്ട്. വോട്ടുകെട്ട് നഷ്ടമായി എന്ന റിപ്പോർട്ട് കോടതിയിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന KPM മുസ്തഫ. നിലവിൽ അസാധുവായ 348 വോട്ടുകൾ എണ്ണാതിരുന്നാൽ അതിന്റെ നഷ്ടം LDFനാകുമെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും മുസ്തഫ പറയുന്നു. ഏതായാലും ഈ 348 വോട്ടിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണമായ നഷ്ടം ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു വിജയസാധ്യതയല്ല ഇല്ലൊരു ഈ മണ്ഡലമാണത്. കാരണം ഈ 348 വോട്ട് എണ്ണിയാൽ നമ്മൾ വിജയിക്കും എന്ന് ഞങ്ങൾക്കൊരു ഉറപ്പില്ല ഒരു സംഗതിയാണ്. എണ്ണാതെ മാറ്റിവെച്ച 348 വോട്ടുകൾ സുരക്ഷിതമായി കോടതിയുടെ കസ്റ്റഡിയിലാണിപ്പോൾ. ഈ വോട്ടുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ട് KPM മുസ്തഫ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 38 വോട്ടിനായിരുന്നു നജീബ് കാന്തപുരത്തിന്റെ ജയം. കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിലപാടുകളാണ് ഇനി കേസിൽ നിർണായകമാവുക. ന്യൂസ് 18 മലപ്പുറം.
പാലാ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തർക്കത്തിൽ ബിനു പുളിക്കകണ്ടത്തിനെതിരെ നടപടി ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് ജോസ് കെ മാണിക്കെതിരെ കടുത്ത നിലപാടെടുത്തതിന് നടപടി വേണമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ ആവശ്യപ്പെടും. അതേസമയം ജോസിനു വേണ്ടി തഴഞ്ഞ ബിനുവിനെതിരെ നടപടിയെടുത്താൽ അത് പാർട്ടിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സിപിഎമ്മും കരുതുന്നു. രാഷ്ട്രീയ ഹിജട എന്നതടക്കമുള്ള പരോക്ഷ പരാമർശങ്ങളാണ് ജോസ് കെ മാണിക്കെതിരെ ബിനു പുളിക്കക്കണ്ടം നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സന്റെ സ്ഥാനാരോഹണ വേദി രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ്. എന്നാൽ ബിനുവിനെതിരെ പരസ്യമായി നടപടി ആവശ്യപ്പെടാൻ പാർട്ടി തയ്യാറല്ല. ഇടതുമുന്നണി യോഗത്തിൽ ആവശ്യമുയർത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു. നമ്മുടെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ എന്തെങ്കിലും അനീതിയായിട്ട് പറഞ്ഞാൽ അത് ആ പാർട്ടി തന്നെ ആദ്യം വിലയിരുത്തട്ടെ. LDF വിളിച്ചുകൂട്ടി ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ ഞങ്ങൾ അവിടെ പറയും. തീർച്ചയായിട്ടും ഞങ്ങൾ ആ മുന്നണിക്കകത്ത് പറയും. ഓരോരുത്തരുടെ ഭാഷയും ഓരോരുത്തരുടെ സംസ്കാരവും അനുസരിച്ചല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കക്ഷി എന്ന നിലയ്ക്ക് പറയുന്നു, മുന്നണി എന്നിട്ട് പറയുന്നു. അതേസമയം ജോസിന്റെ അതൃപ്തിക്ക് വഴങ്ങി ബിനുവിനെ ഒഴിവാക്കിയതിൽ CPM-ൽ കടുത്ത പ്രതിഷേധമുണ്ട്. പാർട്ടി ചിഹ്നമുള്ള ഏക അംഗത്തെയാണ് ഒഴിവാക്കിയത്. 75 വർഷമായ പാലാ നഗരസഭയിൽ CPM-ന് ഭരണം ലഭിക്കാനുള്ള ആദ്യ അവസരം ഇതോടെ നഷ്ടമാക്കിയെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും നടപടി എന്നത് അംഗീകരിക്കാനാകില്ല. ഏതായാലും പാലയിലെ തർക്കങ്ങൾ മുന്നണിയിൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകരുത് എന്ന് CPM-ന് നിർബന്ധമുണ്ട്. തുടർ നടപടികൾ വേണ്ട എന്ന ആലോചനയ്ക്ക് പിന്നിലും ഇതാണ് കാരണം. ന്യൂസ് 18 കോട്ടയം. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രതിഷേധത്തിൽ സർക്കാർ അടിയന്തര നടപടിയെടുക്കണമെന്ന് സമരക്കാർ. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ജാതി വിവേചനത്തിനെതിരെ നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് സംവിധായകൻ ജിയോ ബേബി പറഞ്ഞു. അടൂരിന്റെ ജനാധിപത്യ ബോധം കൈമോശം വന്നെന്നായിരുന്നു വിധു വിൻസെന്റിന്റെ വിമർശനം. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നത് ജാതി വിവേചനവും ജനാധിപത്യ വിരുദ്ധതയുമാണ്. ഇടതുപക്ഷ സർക്കാർ ഇടപെടൽ പ്രതീക്ഷിച്ചിരുന്നു. പ്രമുഖ ജാതിയിലുള്ള ആളാണ് പരാതി ഉന്നയിച്ചതെങ്കിൽ സർക്കാർ ഇടപെടുമായിരുന്നു എന്നും പഴയിടത്തിനടുത്തും ബിഷപ്പിനടുത്തും പോയത് നമ്മൾ കണ്ടതാണെന്നും സംവിധായകൻ ജിയോ ബേബി കുറ്റപ്പെടുത്തി. ഇങ്ങനൊരു ജാതീയമായ വിഷയം ആയിപ്പോയി. ഇതേ വിഷയം ഉന്നയിക്കുന്നത് കുറച്ച് പ്രമുഖ എന്തെങ്കിലും ജാതിയായിരുന്നെങ്കിലോ ഗവൺമെന്റ് കൃത്യമായി ഇടപെട്ടേനെ. നമ്മൾ അതിന് മുന്നേ കണ്ടിട്ടുണ്ട് ഇല്ലേ? പഴയിടത്തിന്റെ അടുത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ പാലായിലെ ബിഷപ്പിന്റെ ഹൗസിലേക്ക് പോകേണ്ട സമയത്ത് അവിടെ കൃത്യമായി പോയി. അവിടെ ഒന്നും അല്ലായിരുന്നു പോകേണ്ടത്. പക്ഷെ അവിടെ പോകുന്നത് എന്തിനാ? ഇവിടെ എന്തുകൊണ്ട് പോകാതിരിക്കുന്നു? ഇത് എനിക്ക് പേടിയാവുന്നുണ്ട്. നമുക്ക് പിന്നാലെ ഒരു കുട്ടികൾ വരുന്നുണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയായിരിക്കും ഈ നാട്ടിൽ ജീവിക്കാൻ പോകുന്നത്? അടൂർ മഹാനായ സംവിധായകനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ജനാധിപത്യ ബോധം കൈമോശം വന്നെന്ന് സംവിധായിക വിധു വിൻസെന്റ് വിമർശിച്ചു. അടൂർ സാറാണ് ഈ തലപ്പത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക്, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലും സാഹിത്യ മേഖലയിലും ഉള്ളവർക്ക് വാതുറക്കാനുള്ള ഒരു മടി നമ്മൾ പൊതുവെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നു സർക്കാരിനും ഇത് തന്നെ ആണ് ഒരു പ്രയാസം. 47 ദിവസമായി സമരം നടത്തുന്നുവെന്നും ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നേരിട്ടതെന്നും വിദ്യാർത്ഥി ജിതിൻ നാരായണൻ പറഞ്ഞു. ജാതീയത വലിയ രീതിയിൽ ആ ക്യാമ്പസിലുണ്ട്. വലിയ രീതിയിൽ ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ഒക്കെ അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കടുത്ത മാനുഷിക വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ശങ്കർ മോഹൻ എന്ന അവിടുത്തെ ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഇത് ഉണ്ടായിട്ടുണ്ട്. വലിയ മാനസിക പീഡനങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. വലിയ വിദ്യാർത്ഥി വിരുദ്ധ ആ സ്ഥാപനത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട് നടപടിയെടുക്കണമെന്നും സംവിധായകരും വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ ബുഹാരീസ് ഹോട്ടലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് അടപ്പിച്ച ഹോട്ടൽ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ച് കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ വെല്ലുവിളിക്കുകയാണ് ഹോട്ടലുകൾ. തൃശൂർ MG റോഡിലെ ബുഹാരീസ് ഹോട്ടൽ ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് അധികൃതർ അടപ്പിച്ചത്. ഇവിടെ നിന്ന് ബിരിയാണി കഴിച്ച പെൺകുട്ടിക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്നായിരുന്നു നടപടി. എന്നാൽ ഇന്നലെ വീണ്ടും ഹോട്ടൽ തുറക്കുകയും ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോൾ ഉണ്ടായത് നാടകീയ രംഗങ്ങൾ. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ ഹോട്ടൽ അധികൃതർ ഭീഷണിപ്പെടുത്തി. പോലീസിന്റെ സാന്നിധ്യത്തിൽ ഹോട്ടൽ അടപ്പിച്ചാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തു നിന്ന് മടങ്ങിയത്. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. ന്യൂസ് 18 തൃശൂർ. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.
മലപ്പുറം ജില്ലയിൽ 1 വയസ്സിനു താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന PCV അഥവാ ന്യൂമോകോക്കൽ വാക്സിൻ സർക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ കിട്ടാനില്ല. സ്വകാര്യ ആശുപത്രികളിൽ 2000 രൂപ മുതൽ തുക ഈടാക്കുന്നതാണ് ഈ വാക്സിൻ. വാക്സിൻ ലഭ്യത കുറവാണ് കാരണമായി മലപ്പുറത്തെ ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. മെനിഞ്ചൈറ്റിസ് അടക്കമുള്ള രോഗബാധകൾ തടയാനുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് ന്യൂമോകോക്കൽ വാക്സിൻ അഥവാ PCV. 1 വയസ്സിന് മുൻപ് 3 ഡോസുകളാണ് ഈ മരുന്ന് കുഞ്ഞിന് നൽകേണ്ടത്. എന്നാൽ മലപ്പുറത്തെ സർക്കാർ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മിക്കയിടത്തും ഈ വാക്സിൻ ഇപ്പോൾ ലഭിക്കുന്നില്ല. വാക്സിൻ വരുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് മടക്കി അയക്കുകയാണ്. കോവിഡ് പോലുള്ള രോഗങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രതിരോധം എന്നുള്ള രീതിയിലാണ് നമ്മൾ വാക്സിൻ ചെയ്യുന്നത്. അപ്പം അത് ലഭിക്കാത്തതിൽ ചെറിയ കുട്ടികളല്ലേ, പെട്ടെന്ന് രോഗം പടരാനുള്ളൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് ടെൻഷൻ ഉണ്ട്. എല്ലാവരും പുറത്തൊക്കെ പോയി വരുന്നൊരു സാഹചര്യത്തിൽ വീട്ടിൽ നിൽക്കാനാണെങ്കിലും വാക്സിൻ ഇല്ലാത്ത വാക്സിന് കിട്ടുന്നില്ലേന്ന് അവര് ചോദിക്കുമ്പോൾ അറിയിക്കാന്ന് പറയുന്നുണ്ട്. നമ്പർ വാങ്ങിച്ചിട്ട് വിളിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ വിളിച്ചിട്ടില്ല. വാക്സിന്റെ ലഭ്യത കുറവാണ് ഇതിന് കാരണമായി ജില്ലയിലെ ആരോഗ്യവകുപ്പ് അധികൃതർ വിശദീകരിക്കുന്നത്. ഈ വാക്സിൻ നൽകാൻ അല്പം വൈകിയാലും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും അധികൃതർ പറയുന്നു. സ്വകാര്യ ആശുപത്രികളിൽ 2000 രൂപ മുതൽ മുകളിലേക്കാണ് ഈ വാക്സിന്റെ വില. അതുകൊണ്ട് സാധാരണക്കാരെല്ലാം കൂടുതലായും ആശ്രയിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളെ തന്നെ. എന്നാൽ സംസ്ഥാന തലത്തിൽ അത്തരത്തിലൊരു ക്ഷാമമില്ലെന്ന് ആരോഗ്യവകുപ്പിലെ ഉന്നതർ പറയുമ്പോൾ മലപ്പുറത്ത് എന്തുകൊണ്ടാണ് വാക്സിൻ ക്ഷാമം എന്നതാണ് അറിയേണ്ടത്. ന്യൂസ് 18 മലപ്പുറം. കോൺഗ്രസ് നേതാവ് വി പ്രതാപചന്ദ്രന്റെ മരണത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം. DIG A അക്ബറിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. പ്രതാപചന്ദ്രന്റെ മക്കൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം പരാതിയുമായി സമീപിച്ചപ്പോൾ KPCC അധ്യക്ഷൻ ധാർഷ്ട്യത്തോടെ പെരുമാറിയതായി പ്രജിത്ത് പ്രതാപചന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. KPCC ട്രഷറർ ആയിരുന്ന വി പ്രതാപചന്ദ്രന്റെ മരണം ചില പാർട്ടി നേതാക്കളുടെ മാനസിക സമ്മർദ്ദം മൂലമാണെന്നായിരുന്നു കുടുംബാംഗങ്ങളുടെ പരാതി. ആഴ്ചകൾക്ക് മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച രേഖാമൂലം പരാതി നൽകിയിരുന്നെങ്കിലും പാർട്ടി നേതൃത്വം ഇടപെട്ട് അത് പിൻവലിപ്പിച്ചു. ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ നടപടിയുണ്ടാകുമെന്ന ഉറപ്പിന്മേലായിരുന്നു ഈ തീരുമാനം. എന്നാൽ ആരോപണ വിധേയർക്കെതിരെ നടപടിയുണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് പ്രതാപചന്ദ്രന്റെ മക്കൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത്. പോലീസ് ആസ്ഥാനത്തെ DIG അക്ബറിനാണ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ ആകും പരാതിയിൽ അന്വേഷണം നടത്തുക. അതേസമയം പരാതി നൽകുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചതായും DCC ജനറൽ സെക്രട്ടറി വണ്ടന്നൂർ സന്തോഷിനെതിരായ നടപടി മറ്റു ചിലരെ രക്ഷിക്കാനാണെന്ന് സംശയമുണ്ടെന്നും പ്രജിത്ത് പ്രതാപചന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഈ പരാതി KPCC പ്രസിഡന്റിന് പറ്റുമായിരുന്നെങ്കിൽ മോനെ എനിക്ക് കുറച്ച് സാവകാശം തരുമായിരുന്നെങ്കിൽ ഞാനത് കൊടുത്തേനെ. അപ്പൊ അത് സോഫ്റ്റ് പെഡൽ ചെയ്യാൻ അദ്ദേഹവും ശ്രമിച്ചില്ല. അദ്ദേഹം വളരെ അരഗന്റ് ആറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ടാണ് ഞാൻ CMന്റെ അടുത്ത് പോയത്. ഇതില് അദ്ദേഹം എന്റെ അടുത്ത് അവസാനം പറഞ്ഞ വാക്കുകൾ ഇതിലൊരു ഗൂഢാലോചനയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഈ ഗൂഢാലോചന? ഞാൻ മകനില്ലേ, എനിക്ക് ഗൂഢാലോചന ചെയ്തിട്ട് എന്ത് കാര്യമാണ് പ്രസിഡന്റേ ഉള്ളതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇറ്റ് ഇസ് ഓൺലി എ ബിഗിനിങ് അക്കോർഡിംഗ് ടു മീ. ഇറ്റ് ഇസ് ഓൺലി എ ബിഗിനിങ്. ഇത് മറ്റ് പലരെയും രക്ഷിക്കാൻ വേണ്ടി ആയിരിക്കുമോ എന്ന് പോലും എനിക്ക് സംശയമാണ്. എന്നാൽ വണ്ടന്നൂർ സന്തോഷിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിച്ചതായാണ് KPCCയുടെ വിശദീകരണം. വിവാദങ്ങൾക്ക് കാരണമായ KPCCയിലെ ഫണ്ട് പിരിവിനെ സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടന്നേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. കടുത്ത ധനപ്രതിസന്ധിക്കിടെ സംസ്ഥാന ബജറ്റിന് ഒരുങ്ങുന്നു. ജനങ്ങളുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ വരുമാനം കണ്ടെത്തുക എന്ന വെല്ലുവിളിയാണ് സർക്കാരിനെ കുഴയ്ക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ചില നികുതി ഇനങ്ങളിൽ കാലോചിത മാറ്റങ്ങൾ വരുത്തുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലുള്ളതായാണ് സൂചന. സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര നയങ്ങൾക്കിടയിൽ വികസന ക്ഷേമ പദ്ധതികൾക്കായി തുക മാറ്റിവെക്കുക എന്ന വെല്ലുവിളിയോടെയാണ് സർക്കാർ ബജറ്റിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. കോവിഡ് മഹാമാരി തീർത്ത പ്രതിസന്ധികൾക്ക് പുറമെ സർക്കാരിന്റെ അനാവശ്യ ചെലവുകളും ധനസ്ഥിതി കൂടുതൽ പ്രതിസന്ധിയിലാക്കിയെന്നാണ് വിലയിരുത്തൽ. 33,000-ലധികം എക്സസ് പോസ്റ്റുകൾക്ക് പുറമെ വിവാദങ്ങൾക്ക് വഴിവെച്ച പിൻവാതിൽ നിയമനങ്ങളും ധനക്കമ്മിയുടെ ആക്കം കൂട്ടി. പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ഉയർന്ന തസ്തികകളും വലിയ ആനുകൂല്യങ്ങളും നൽകി ഇഷ്ടക്കാരെ തിരികെ കയറ്റിയത് വഴി ലക്ഷങ്ങളുടെ ചെലവാണ് ഓരോ മാസവും സർക്കാരിനുണ്ടാകുന്നത്. 5 വർഷം കൂടുമ്പോഴുള്ള അശാസ്ത്രീയമായ ശമ്പള പരിഷ്കരണമാണ് സർക്കാരിന്റെ ചെലവ് വർദ്ധിപ്പിക്കുന്ന മറ്റൊരു നടപടി. കേന്ദ്രത്തിൽ 10 വർഷത്തിലൊരിക്കൽ മാത്രം നടപ്പിലാക്കുന്ന ശമ്പള പരിഷ്കരണം സംസ്ഥാനത്ത് ഓരോ 5 വർഷം കൂടുമ്പോഴും നടത്തുന്നത് വഴി വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നികുതിയേതര വരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന വിഭവ സമാഹരണത്തിലെ പിഴവാണ് സർക്കാർ നേരിടുന്ന മറ്റൊരു പ്രശ്നം.
കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ അഥവാ ആവർത്തന ചെലവുകളും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ കൂടുതൽ പരുങ്ങലിലാക്കുകയാണ്. ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ ഇനങ്ങളിലൂടെ സർക്കാരിന്റെ ആകെയുള്ള വരുമാനത്തിന്റെ 75 മുതൽ 80% വരെ ആവർത്തന ചെലവുകൾക്ക് മാറ്റിവെക്കേണ്ട സ്ഥിതിയാണ് നിലവിൽ. ഈ പ്രതിസന്ധികൾക്കിടയിൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ വരുമാന സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ധനമന്ത്രി KN ബാലഗോപാലിനെ കാത്തിരിക്കുന്ന പ്രധാന വെല്ലുവിളി. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. രാഷ്ട്രീയ വൈര്യത്തോടെ കേന്ദ്ര സർക്കാർ അപ്രഖ്യാപിത ഉപരോധം ഏർപ്പെടുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സഹായം കൊണ്ടാണ് സംസ്ഥാനം പിടിച്ചു നിൽക്കുന്നത് എന്നത് കുപ്രചാരണമാണ്. സംസ്ഥാനങ്ങളുടെ റവന്യൂ വരുമാനത്തിന്റെ ശരാശരി 45% കേന്ദ്ര വിഹിതം. എന്നാൽ കേരളത്തിന്റെ കേന്ദ്ര വിഹിതം 36% മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് GST വകുപ്പ് സമഗ്ര പുനഃസംഘടന ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. GST നടപ്പാക്കിയതിനെ തുടർന്ന് ആഡംബര വസ്തുക്കളുടെ നികുതി കുറച്ചതോടെ ഇപ്പോൾ റവന്യൂ ന്യൂട്രൽ നിരക്ക് 11% താഴ്ന്നിരിക്കുകയാണ്. ഇത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ വലിയ ഇടിവാണ് സൃഷ്ടിച്ചത്. ഈ പ്രശ്നവും GST കൗൺസിലിൽ കേരളം ചൂണ്ടിക്കാണിച്ചിരുന്നു. കേരളത്തിന്റെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും ജനോപകാരപ്രദമായ ഇത്തരം നിലപാടുകളെ കണ്ടില്ലെന്നടിച്ചുകൊണ്ടാണ് GST കൗൺസിലിൽ കേന്ദ്രം നിലപാട് കൈക്കൊള്ളുന്നത്. കാടിന് സമീപത്തെ നാടതിരുകളിൽ വന്യജീവികൾ ഭീതി പരത്തുന്നതിനിടെ കോഴിക്കോട് നഗരത്തിലും നാട്ടുകാരിൽ ആശങ്കയുയർത്തിയ സംഭവമുണ്ടായി. എരഞ്ഞിപ്പാലത്ത് കനൌലി കനാലിൽ നിന്ന് ന്യൂസ് 18 സീനിയർ ക്യാമറമാൻ ശ്രീജിത്ത് C. കല്ലുമുട്ടി പകർത്തിയ ദൃശ്യങ്ങളോടെ വാർത്തകൾ വിശദമായി പൂർത്തിയാകുന്നു. നമസ്കാരം.